കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. GSTയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അത് ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഒരു ദീപാവലി സമ്മാനമായി രാജ്യത്തിന് സമർപ്പിക്കുമെന്നുമായിരുന്നു അത്. നല്ല രീതിയിലെ സാമ്പത്തിക ലാഭം സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ മാറ്റം ഉദ്ദേശിച്ചിരിക്കുന്നത്. GSTയിൽ നിലവിലുള്ള സ്ലാബ് സംവിധാനം പുനഃക്രമീകരിക്കും എന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഈ മാറ്റം എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് എന്ന് നോക്കാം. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. നിലവിലുള്ള GST സ്ലാബുകൾ ഒന്ന് പൊളിച്ചടക്കുവാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. നിലവിലുള്ള 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് ഇപ്പോൾ വരുന്ന 4 സ്ലാബുകൾ. ഇത് വെട്ടിച്ചുരുക്കി 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളായി മാറും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ 12% നികുതി ചുമത്തിയിരിക്കുന്ന 99% സാധനങ്ങളും 5% സ്ലാബിലേക്ക് മാറും. 28% എന്ന സ്ലാബിൽ നിലവിലുള്ള 90% സാധനങ്ങളും 18% എന്ന സ്ലാബിലോട്ടും മാറും. ഇങ്ങനെ കേന്ദ്രം നികുതി കുറയ്ക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കുറയുമെന്നാണ് നിഗമനം. സാധനങ്ങൾക്ക് പുറമെ സേവനങ്ങളിലും ഈ മാറ്റം കാണാൻ പറ്റും. ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്മേൽ ഇപ്പോഴുള്ള 18% GST എന്നത് എടുത്തു കളയുകയോ അല്ലെങ്കിൽ 5%ലേക്ക് കുറയുകയോ ചെയ്യാം. അതേസമയം ഇപ്പോൾ 28% സ്ലാബിൽ നിൽക്കുന്ന ഉൽപ്പന്നങ്ങളായ പുകയില, സിഗരറ്റ്, കോള അടക്കമുള്ള എയറേറ്റഡ് പാനീയങ്ങൾ, പാൻ മസാല തുടങ്ങിയവ 40% സ്ലാബിലോട്ട് മാറാം. ഓൺലൈൻ ഗെയിമിങ്ങിനും 40% ബാധകമാകും. സ്വർണം, വെള്ളി, ഡയമണ്ട് തുടങ്ങിയവയുടെ കുറഞ്ഞ പ്രത്യേക നിരക്ക് തുടരാനാണ് സാധ്യത. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മദ്യത്തിനും സംസ്ഥാന സർക്കാരുകൾ നികുതി ചുമത്തുന്ന ഇപ്പോഴത്തെ അതേ രീതി തന്നെ തുടരും. ഇനി വില കുറയുന്ന പ്രധാന സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എന്നീ സേവനങ്ങൾക്കാണ് പ്രധാനമായും വില കുറയുക. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഗ്ലൂക്കോമീറ്റർ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ജ്യൂസസ്, പ്രീ പാക്ഡ് കോക്കനട്ട് വാട്ടർ, ടെലിവിഷൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, കീടനാശിനികൾ, പെൻസിൽസ്, നോട്ട്ബുക്കുകൾ, ജിയോമെട്രിക് ബോക്സുകൾ, കാർഷിക ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ജാം, ഫ്രൂട്ട് ജെല്ലി, കോണ്ടാക്ട് ലെൻസുകൾ, കമ്പോസ്റ്റ് മെഷീനുകൾ, സൈക്കിൾസ്, ഡിഷ് വാഷസ്, ഓട്ടോമൊബൈൽസ് ഘടകങ്ങൾ, സിമന്റ്, ടെക്സ്റ്റൈൽസ്, ഫെർട്ടിലൈസേഴ്സ്, റിന്യൂവബിൾ എനർജീസ് തുടങ്ങിയവയ്ക്കാണ് വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ വില കുറയുമ്പോൾ അത് കൺസംഷനെ നല്ല രീതിയിൽ ബാധിക്കുകയും രാജ്യത്തിന്റെ GDP റേറ്റിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കുമോ എന്ന കാര്യത്തിലും ചില വിഭാഗങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. GST നടപ്പിലാക്കിയ 8 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു മാറ്റം സാധാരണക്കാരനെ നല്ല രീതിയിൽ ബാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. So, please to subscribe the channel for more such updates on commerce and finance. Thank you.